ഇത് കാസർഗോഡ് പുല്ലൂർപ്പെരിയ പഞ്ചായത്ത് ചാലിങ്കാലിലെ കുട്ട്യന്റെയും ശാന്തയുടെയും വീട്. ഇവരുടെ ഏകമകളായ അശ്വതിയുടെ ജീവിതം ദുരിതപൂർണമാക്കിയത് എൻഡോസൾഫാൻ കീടനാശിനിയാണ്. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും അമ്മയുടെ സഹായം വേണം ഇവൾക്ക്. ഇവളെ തനിച്ചാക്കി പണിക്ക് പോവാനാവില്ല. സർക്കാർ നൽകുന്ന പെൻഷൻ കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. 1700 രൂപയാണ് പ്രതിമാസ പെൻഷൻ. എന്നാൽ അവശ്യ സാധനങ്ങൾക്ക് കുത്തനെ വില കൂടിയതോടെ ഇവരുടെ ജീവിതം പ്രയാസത്തിലായി. നമുക്കൊന്നും അതിനോണ്ട് ഒന്നും ആവില്ല. സുഖമായിട്ട് വന്നാൽ ആസ്പത്രിക്ക് പോകണമെങ്കിൽ 200 റുപ്യ തന്നെ വേണം. മൂത്രസഞ്ചി വെളിയിലായി ജനിച്ച അജിതയുടെ വീട്ടിലും ഇതുതന്നെയാണ് അവസ്ഥ. അജിതയുടെ അച്ഛൻ രാമൻ മരിച്ചിട്ട് 6 വർഷമായി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ജ്യേഷ്ഠൻ അജീഷ് പഠനത്തോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട്. 1000 രൂപയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുന്നത്. കുട്ടിയുടെ ചികിത്സയും മറ്റും ഇതുകൊണ്ട് തന്നെ നടത്തണം. 1000 രൂപ കൊണ്ട് പിന്നെ കടയിൽ പോയെങ്കിലൊന്നും വാങ്ങാൻ കിട്ടുന്നില്ല. 3 സാധനം വാങ്ങുമ്പോൾ തന്നെ 1000 രൂപയായി. പിന്നെ അതിനുകൊണ്ട് കഴിയുന്നില്ലല്ലോ. 1000 രൂപ കിട്ടിയെങ്കിൽ ഒരു ആഴ്ചക്കൊന്നും ജീവിതം കഴിയാൻ പറ്റുന്നില്ല. ഓരോ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും വീട്ടിലെ അവസ്ഥ ഇതാണ്. രോഗം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് വിലക്കയറ്റം കാരണം നല്ല ഭക്ഷണം പോലും കിട്ടുന്നില്ല. പെൻഷനായി കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണ് എൻഡോസൾഫാൻ മേഖലയിലെ ദുരിതബാധിതർ. വിലക്കയറ്റം രൂക്ഷമാവുമ്പോൾ ഇവർ ഏറെ പ്രയാസപ്പെടുകയാണ്. ക്യാമറമാൻ രാജേഷിനൊപ്പം ഷെഫീഖ് നസ്രുള്ള, മീഡിയ 1.